ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിപ്പോകാതെ നല്ല ടേസ്റ്റായിട്ട് പുറമേ നല്ല ക്രിസ്പിയായും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം 3 വിസിലടിച്ച് ചിക്കൻ ഒന്ന് വേവിക്കണം. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലടിച്ച് കഴിഞ്ഞാൽ എയർ കളയരുത്, എയർ തന്നെ പോകണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് കിട്ടും. ഇതേപോലെ ചിക്കൻ വേവണം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എല്ലിൽ നിന്നൊക്കെ ചിക്കൻ വേർതിരിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സവാള ചെറുതായി എരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഞാൻ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, അതൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ആയ കാരണം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മസാല നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആ മസാല ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകൊക്കെ ഇതിൽ കിടന്ന് മൂക്കണം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ഇതേപോലെയാണ് എടുത്തേക്കുന്നത്. ചിക്കനൊന്നും ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പിച്ചെടുത്താൽ മതിയാവും. ചിക്കനെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അരഞ്ഞു പോകും. നമുക്ക് കടിക്കാനായിട്ട് കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാനായിട്ട് ചിക്കൻ കിട്ടണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിച്ചി എടുത്താൽ മതിയാവും. അപ്പോൾ ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയും ഒന്ന് പിടിക്കാനായിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഉൾഭാഗം ഇത്തിരി സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് മുഴുവനായി തന്നെ വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുത്തതാണിത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കനും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവും ഉപ്പും എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ബൗൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലെ മസാല നല്ല സോഫ്റ്റായും ടേസ്റ്റായും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ ഉള്ളിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ എല്ലാ മസാലകളും എല്ലാം ചേർന്ന് കിട്ടാനായിട്ട് നന്നായി ഒന്നത് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ മസാലയും ഇതേപോലെ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മസാലയും റൗണ്ട് ഷേപ്പിലാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ മസാല എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ 2 മുട്ട നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് പൊടിയിൽ പൊതിയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ബ്രെഡ് പൊടി നനഞ്ഞു പോവാതെ നമുക്ക് എല്ലാതും നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടാകുമ്പോഴാണ് നമ്മൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. കട്ട്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയത്തിലല്ല നല്ല ഹൈയിലും അല്ലാത്ത രീതിയിൽ തീ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കാരണം നമ്മുടെ ഉള്ളിലത്തെ മസാലയൊക്കെ ഓൾറെഡി ആയിട്ടുള്ളതാണ്. നമുക്ക് പുറം ഭാഗം മാത്രമൊന്നും ആയി കിട്ടുള്ളൂ. അപ്പോൾ തീ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഓരോന്നും വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കിത് എങ്ങനെ തിരിച്ചു മറിച്ചിട്ടാലും ഇത് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.